ലോകത്തിലെ ആദ്യത്തെ പ്രഗ്നൻസി റോബോട്ട് ചൈനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തു. ഇത് മാതാപിതാക്കളുടെ ഭാവി പുനർനിർവചിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യനും റോബോട്ടുകളും തമ്മിലുള്ള വിഷയങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും മനുഷ്യന് റോബോട്ട് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഒക്കെ നമ്മൾ അനവധി സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാവനയായി മാത്രം കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതിൽ പലതും നമ്മൾ പോലും അറിയാതെ സത്യമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ കടന്നു വന്നിട്ട് കാലം കുറയായി. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഈ സാങ്കേതിക വിദ്യകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ഈ പ്രഗ്നൻസി റോബോട്ട് വികസിപ്പിച്ചെടുത്ത പ്രക്രിയയിലൂടെ തെളിയുന്നത്. വന്ധ്യതാ ചികിത്സകളെ സഹായിക്കുന്നതിനും പ്രത്യുൽപാദന സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനും ഭാവിയിലെ രക്ഷാകർതൃത്വത്തിന് പുതിയ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു മുന്നേറ്റമായി ചൈനീസ് ശാസ്ത്രജ്ഞർ കൃത്രിമ ഗർഭപാത്രത്തോടു കൂടിയ ലോകത്തിലെ ആദ്യത്തെ പ്രഗ്നൻസി റോബോട്ട് വികസിപ്പിച്ചെടുത്തു. ഒരു യഥാർത്ഥ വ്യക്തിയെപ്പോലെ 10 മാസത്തെ ഗർഭം ധരിച്ച് ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യരൂപമുള്ള യന്ത്രം. ഇത് ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സിംഗപ്പൂരിലെ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ബിരുദധാരിയായ ഡോക്ടർ ഷാങ് ക്യുഫെങ്ങിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഗാങ്ഷൗ ആസ്ഥാനമായുള്ള കൈവ ടെക്നോളജിയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഈ സംവിധാനത്തിൽ ഒരു മനുഷ്യരൂപമുള്ള ശരീരത്തിനുള്ളിൽ ഒരു കൃത്രിമ ഗർഭപാത്രം ഉൾപ്പെടുന്നു. റോബോട്ടിനുള്ളിൽ ഒരു ഗർഭപിണ്ഡം വളരുകയും സ്വാഭാവിക പ്രക്രിയ പകർത്തി ഒരു ട്യൂബ് വഴി പോഷകങ്ങൾ സ്വീകരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഇതിനകം തന്നെ വളരെ പക്വമായ ഒരു ഘട്ടത്തിലെത്തിയെന്നും അടുത്ത ഘട്ടം ഗർഭകാലത്ത് യഥാർത്ഥ മനുഷ്യരുമായി സുരക്ഷിതമായി ഇടപഴകുന്നതിനായി ഒരു ഹ്യൂമനോയിഡ് ബോഡിയിൽ ഇത് ഉൾപ്പെടുത്തുക എന്നതാണെന്നും ഡോക്ടർ ഷാങ് വെളിപ്പെടുത്തി. ഈ പ്രഗ്നൻസി റോബോട്ടിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് 2026 പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് 1 ലക്ഷം യുവാൻ, ഏകദേശം $14,000 താഴെ വില വരും. വന്ധ്യതയുള്ള വ്യക്തികൾക്കോ ഗർഭം ധരിക്കാൻ കഴിയാത്തവർക്കോ ഉള്ള ഒരു പരിഹാരമായി ചിലർ ഇതിനെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിലും ഈ ആശയം കടുത്ത ധാർമ്മികവും നിയമപരവുമായ ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഗർഭധാരണം എന്നത് അമ്മയിൽ നിന്നുള്ള ഹോർമോൺ കൈമാറ്റം, രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ കൈമാറ്റം, മനഃശാസ്ത്രപരമായ മാതൃശിശു ബന്ധം എന്നിവയുൾപ്പെടെയുള്ള വളരെ സങ്കീർണമായ ഒരു ജൈവ പ്രക്രിയയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. ഇത് യന്ത്രങ്ങളിലൂടെ പകർത്താൻ കഴിയുന്നതല്ലെന്നും അവർ പറയുന്നു. ചൈനയിലെ ആഭ്യന്തര മാധ്യമങ്ങളും സാമൂഹിക വേദികളും ഇതിനകം തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഗർഭധാരണത്തിൻ്റെ ശാരീരിക വെല്ലുവിളികൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു തരം സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയായി ഇതിനെ പിന്തുണയ്ക്കുന്നവർ ഈ സാങ്കേതിക വിദ്യയെ കാണുന്നു. എന്നാൽ മാതൃത്വത്തെയും കുട്ടിയുടെ ഐഡന്റിറ്റിയെയും ചുറ്റിപ്പറ്റിയുള്ള സാമൂഹികമായ ചില മാനദണ്ഡങ്ങളെ ഈ റോബോട്ടിക് ഗർഭധാരണം തകർക്കുമോ എന്ന് മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നു. അതേസമയം ഈ നൂതന സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണം, ധാർമ്മിക നിയമ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനായി കൈവ ടെക്നോളജി ഗാങ്ഡോങ് പ്രവിശ്യയിലെ അധികാരികളുമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ വികസനം തുടരുമ്പോൾ ഈ പ്രഗ്നൻസി റോബോട്ടിന് വൈദ്യശാസ്ത്രത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്നും എന്നാൽ പ്രസവത്തിൻ്റെയും പരിചരണത്തിൻ്റെയും ധാർമ്മികതയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ സമൂഹത്തെ നിർബന്ധിതരാക്കുമെന്നും വിദഗ്ധർ പറയുന്നു.